CPM-ന്റെ നേതാക്കന്മാരോ പ്രവർത്തകരോ പങ്കെടുക്കുന്നില്ല എന്ന് കരുതി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ആർക്കും ഈ ചർച്ചയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രിയുടെ ഗോൾ പോസ്റ്റിലേക്ക് യുദ്ധഭൂമിയിൽ പുതിയ നിങ്ങൾക്ക് പച്ചടിച്ചു കൊടുക്കാൻ നിങ്ങൾ സ്വയം തീരുമാനിച്ച് ഇവിടെ ഗോളിയില്ലാത്ത പോസ്റ്റാണെന്ന് കരുതിയാൽ എന്നെ പോലുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇടതുപക്ഷ സഹയാത്രയാണ്. ആ പോസ്റ്റിൽ പ്രതിരോധം തീർക്കുക തന്നെ ചെയ്യും. അതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് CPM ബഹിഷ്കരിച്ച ചർച്ചയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ബൈറ്റ് ഉണ്ടെങ്കിൽ പുറത്തു വിടൂ. നിങ്ങൾ ആരോടും പറയരുത്. ശിവശങ്കരൻ മുഖ്യമന്ത്രിയെ കുഴപ്പത്തിലാക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ അതേ ഞാൻ പറഞ്ഞത് അദ്ദേഹം വഞ്ചകനാണ്, അദ്ദേഹത്തെ വിശ്വസിച്ചു, അദ്ദേഹം വഞ്ചിച്ചു എന്ന് ഈ മന്ത്രിസഭയിൽ അംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വഞ്ചിച്ചു എന്ന് ഈ മന്ത്രിസഭയിൽ അംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ബൈറ്റ് എടുത്ത് നിങ്ങൾ ഫ്രെയിം ചെയ്ത് മുഖ്യമന്ത്രിയുടെ ബൈറ്റ് അല്ല. ഹഫീസ്, താങ്കൾ എഴുതാപ്പുറം വായിക്കല്ലേ, പറഞ്ഞ കാര്യങ്ങൾ പറയൂ. ഞാൻ പറഞ്ഞത് എന്താണ്? ഈ മന്ത്രിസഭയിലെ അംഗങ്ങൾ പറഞ്ഞു M ശിവശങ്കർ വഞ്ചിച്ചു എന്ന്. താങ്കൾക്ക് സംശയമുണ്ടോ? ഇല്ലെങ്കിൽ താങ്കൾ പറയൂ വഞ്ചിച്ചിട്ടില്ല. M ശിവശങ്കറിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൈകൾ പരിശുദ്ധമാണ്, ആണോ? അല്ല, N ശിവശങ്കർ എന്നൊരു ഉദ്യോഗസ്ഥനെ ന്യായീകരിക്കാറില്ല. ഞാനിവിടെ എന്റെ ചോദ്യം മുഴുവനായിട്ടില്ല. ഗോൾ പോസ്റ്റിലേക്ക് ഗോളിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു കയറ്റാൻ, ഗോൾ അടിച്ചു കയറ്റാൻ നിങ്ങളുടെ ശ്രമത്തെ പ്രതിരോധിക്കാൻ നിൽക്കുക. തെറ്റിദ്ധാരണയാണ്. ഒന്നാമത്തെ കാര്യം ഹഫീസ്, ഈ ചർച്ചയിൽ ഞാൻ ഒരു കാര്യം വ്യക്തമാകട്ടെ. സർക്കാരിനെതിരെ അല്ലൊരു കാര്യം പറയട്ടെ, സർക്കാരിനെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനോ അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ ബോധപൂർവം തകർക്കാനോ ഈ സർക്കാരിനെ ഗവൺമെന്റ് വഞ്ചിക്കുകയല്ല, വഞ്ചകനല്ലേ? Is a traitor. He should be punished according to the constitution. He is a traitor. He should be punished according to the constitution. മന്ത്രി ജി സുധാകരനാണ് പറഞ്ഞത്. അദ്ദേഹം വഞ്ചകനാണ്, ഭരണഘടനാപരമായി അദ്ദേഹത്തെ ശിക്ഷിക്കണമെന്ന്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കറിനെ കുറിച്ച് മന്ത്രി ജി സുധാകരൻ ഈ മന്ത്രിസഭയിൽ അംഗം പറഞ്ഞ ബൈറ്റ് ഇനി വേണോ താങ്കൾക്ക് മറ്റുള്ളവരുടേത്? അല്ല, നിങ്ങൾ ബൈറ്റുള്ള സൗണ്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്.